ഒരു ശരണം രംഗനാഥായ നമ. അപ്പോൾ ഞങ്ങൾ ശ്രീരംഗത്തു നിന്ന് പഴനിക്ക് പുറപ്പെടുകയാണ്. അവിചാരിതമായിട്ട് ഇന്ന് വ്യാഴാഴ്ചയായിട്ട് ഉച്ചയ്ക്ക്, അതും രാഹുകാല സമയമായിരുന്നു. ശ്രീരംഗത്തെത്തി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ശർക്കര പൊങ്കൽ, അതുകൂടാതെ അവിടെ മോരും വെള്ളം, പുറത്തിറങ്ങുമ്പോൾ തന്നെ മോരും വെള്ളം കിട്ടുന്നു. പിന്നെ ഭഗവാന്റെ നേദിച്ച ഇത് എന്താണ്, ഒരു ബീൻസോ അങ്ങനെ കുറച്ച് സാധനങ്ങളിട്ട ഒരു മെഴുക്ക് പുരട്ടിയ തോരന എന്ത് പറയും അത് രണ്ട് പുറത്ത് വരുമ്പോൾ പുളിഹോര, തൈര് സാധമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പടിഞ്ഞാറ് കിഴക്കേ ഗോപുരമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇത് ചെയ്യുകയാണ്. ഈസ്റ്റ് ഗോപുരമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ പല ഗോപുരമായിട്ട് ഇത് കണ്ട, ഇതൊരു ലെയറാണ് ഈ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് ഇതിൻ്റെ അകത്ത് വീടുകളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വേറൊരു ഗോപുരമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ, ഏതൊരു ഗോപുരം ഇതാണോ എന്നറിയില്ല. ഇത് പണിയാൻ ശ്രമിക്കുന്നവർക്കെല്ലാം എന്തോ ഭരണാധികാരികൾക്ക് എന്തോ ഇത് വരുമെന്ന് ഇവിടെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീതിയിലൂടെയാണ് കണ്ട, രണ്ട് സൈഡിലും വീടുകളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു ലെയർ കൂടിയുണ്ട് ഗോപുരം. അത്രയ്ക്ക് പ്രൊട്ടക്ഷനിലാണ് ഈ ക്ഷേത്രം ഇതിൻ്റെ സങ്കേതം പണിതിരിക്കുന്നത്. കാര്യം വൈദേശിക ആക്രമണം, അത് മുഗളന്മാരാകാം, മറ്റ് ഇതാകാം കണ്ട, ഇതിവിടെയൊക്കെ കണ്ട ആ ഒരു അത്ര പ്രൊട്ടക്ഷനോടെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തൊരു ലെയറുണ്ട് ഗോപുരത്തിൻ്റെ. പറയുന്നത് കേൾക്കാൻ തോന്നുന്നു, മൈക്കില്ലാണ്ട് ഞാൻ ഡയറക്റ്റ് പറയുകയാണ്. ഇതിൻ്റെ അകത്തല്ല, നല്ല അടിപൊളി റോഡ്. ഇതിനകത്തായിരുന്നു അന്നത്തെ 1000 വർഷങ്ങൾക്ക് മുമ്പത്തെ ആ ഒരു ശ്രീരംഗം നഗരം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഒരു ഗോപുരം, ഇതിലൂടെയാണ് ഞങ്ങൾ ഉള്ളിപ്പോയതെന്ന് തോന്നുന്നു. ഇങ്ങനെ കൂടിയാണ് ഉള്ളിപ്പോയത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇതൊരു ഗോപുരം, ഒരു ലെയർ കണ്ടോ, ഒരു ലെയർ ഗോപുരം. അത് കഴിഞ്ഞ് പിന്നെയും പുറത്ത് വേറൊരു ലെയർ. അപ്പോൾ ഈ ഓരോ ലെയറിനകത്തും താമസക്കാരുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ വീടുകളുണ്ട് ഈ രണ്ട് സൈഡിലും. ഇനി ഇതാണ് അവസാന ഇതെന്നാണ് തോന്നുന്നത് ഗോപുരത്തിൻ്റെ. ഇത് മുകൾ ഭാഗം പോയിട്ടുണ്ട്. പക്ഷേ ഇത് ചുറ്റിനും സുരക്ഷിതമായിട്ട് പണിതിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു 2 ആൾ പൊക്കത്തിൽ, 2 2.5 അല്ലെങ്കിൽ 3 ആൾ പൊക്കത്തിൽ മതിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മതിലാണ് പണിതിരിക്കുന്നത്. അവിടെ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഇതൊക്കെ പണ്ടത്തെ ഭരണാധിപന്മാർ ചെയ്തതെന്ന് നോക്കൂ. അതിനകത്ത് ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു അഡ്വക്കേറ്റിൻ്റെ വീടും കാണാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചുറ്റും ആ ഗോപുരം കഴിഞ്ഞാൽ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ശ്രീരംഗത്ത് നിന്ന് ഞങ്ങൾ പഴനിയിലേക്കുള്ള യാത്രയാണ്. 167 കിലോമീറ്റർ കാണിക്കുന്നു. 6:30 എത്തുന്ന കാണിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റ് ആണ് ഇപ്പോൾ സമയം കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എടുക്കും. അപ്പോൾ എല്ലാവരെയും ഇത് കാഴ്ചകളൊന്ന് കാണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ആൾ താങ്ക് ആൾ ദേവോ മുരുക. ഇവിടെ മുരുക ഭഗവാന്റെ ഇതുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഈ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ എന്താണ് നന്ദി, നമസ്കാരം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. വിഷ് യു ആൾ വിത്ത് ഫാമിലി ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ്. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.